ഇവൻ ഇപ്പോൾ ഈ പതിനാ കുർബാനയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഉണ്ണിയുടെ പിറവിയുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകളാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മളുള്ളത് എറണാകുളത്തുള്ള സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രലിലാണ്. ഇവിടെ വരാപ്പുഴ അതിരൂപതയുടെ കർമ്മകനായിട്ടുള്ള ഡോക്ടർ ഫാദർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് ഈ ഒരു പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. ഏകദേശം 11:30 കൂടി ചടങ്ങുകളാണ്. അവിടെ ഉണ്ണിയുടെ തിരുസ്വരൂപം ബിഷപ്പ് ഹൗസിൽ നിന്നും പ്രദക്ഷിണമായി ആനയിച്ച് ഈ പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പീഠത്തിൽ കൊണ്ട് അവിടെ വച്ച ശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രാർത്ഥന കുർബാന നടക്കുന്നു. ഇനിയിപ്പോൾ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഏതായാലും വലിയ ആഘോഷങ്ങളാണ് കൊച്ചിയെ സംബന്ധിച്ച്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിക്ക് ഇനിയിപ്പോൾ ഉറക്കമില്ലാത്ത രാവുകൾ എന്ന് തന്നെ പറയാം. ക്രിസ്മസ് തുടങ്ങി ന്യൂ ഇയർ വരെയുള്ള കാലയളവ് വലിയ ആഘോഷങ്ങൾക്കാണ് കൊച്ചി സാക്ഷ്യം വഹിക്കാറുള്ളത്. അത് കേരളത്തിന് അകത്തും പുറത്തും രാജ്യത്തിന് പുറത്തു നിന്ന് തന്നെയുള്ള വിദേശത്തുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചാരികൾ ആയിട്ടുള്ള ആളുകൾ വന്ന് ഒരു ഒത്തുചേരുന്ന ഒരു ഇടം കൂടിയാണ് കൊച്ചി. അതിന്റെ ഒരു തുടക്കമാണ് ഈ ക്രിസ്മസ് ആഘോഷമായി തുടങ്ങുക. ഇപ്പോൾ ലത്തീൻ സഭയുടെ പ്രധാനപ്പെട്ട ദേവാലയത്തിലെ ചടങ്ങുകളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായിട്ടുള്ള മൗണ്ട് തോമസ് പള്ളിയിലും ഈ ഒരു പ്രാർത്ഥന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. കൂടാതെ എറണാകുളം ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ദേവാലയങ്ങളിൽ ഈ ഒരു പ്രാർത്ഥന ശുശ്രൂഷകൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. പല ദേവാലയങ്ങളും പല സമയക്രമത്തിലാണ്. പക്ഷേ രാത്രിയോടുകൂടി തന്നെ ഒരു പ്രാർത്ഥന കുർബാന ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ധാരാളം വിശ്വാസികൾ അവരുടെ കഴിഞ്ഞ ഒരു 25 ദിവസം ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഡിസംബർ 1 മുതൽ 25 വരെയുള്ള അവരുടെ ഒരു ചെറിയ നോയമ്പിന്റെ സമയമാണ്. ആ നോയമ്പ് ക്രിസ്തുവിന്റെ ജന്മവുമായി ബന്ധപ്പെട്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ ഡിസംബർ 25 കൂടിയാണ് അവസാനിക്കുക. ഇന്നിപ്പോൾ ഈ ഒരു പ്രാർത്ഥന കുർബാനയ്ക്ക് ശേഷം ആ നോയമ്പ് തുറക്കുന്ന ചടങ്ങുകളിലേക്ക് ഉൾപ്പെടെ വിഷ്ണു, അങ്ങനെ ആഘോഷം അണമുറിയാതെ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ പള്ളികളിലും വിശ്വാസികൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പാതിരാ കുർബാന അത് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്.